ഹലോ, വെൽക്കം ബാക്ക് ടു കെറ്റ്ലാൻഡ് ക്രാഫ്റ്റ്സ്. ഇന്നത്തെ വീഡിയോ സുമിന്ദിൻ്റെ റിസപ്ഷനാണ്. അപ്പം നമ്മൾ രാത്തോഡർമാരുടെ ഗണപതി പൂജയും ഹൽദിയും കണ്ടു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡേയിൽ റിസപ്ഷനാണ്. ഈ റിസപ്ഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാരേജിന് മുമ്പുള്ള റിസപ്ഷനാണ് ഇവർ ചെയ്യുന്നത്. പയ്യൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന്, വീട്ടുകാർ, ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു റിസപ്ഷനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇന്ന് റിസപ്ഷന് മോൻ ധരിച്ചിരുന്നത് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്. ഇത് തലയിൽ കെട്ടുന്നതിന് സാഫ പഗടി എന്ന് പറയുന്നു. രാജസ്ഥാനി സ്റ്റൈലിൽ നിറമുള്ള പഗടിയാണ് ഇവർ ധരിക്കുന്നത്. രാത്തോർ വിവാഹത്തിൽ വാൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാരമ്പര്യ ചിഹ്നമാണ്. വാളിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വീര്യതയും ധൈര്യവും സൂചിപ്പിക്കുന്നു. രാജപുത് യോദ്ധാവിനെ പാരമ്പര്യമായിട്ട് കാണിക്കുന്നു. കുടുംബത്തിൻ്റെ മാനവും സംരക്ഷണവും വാഗ്ദാനവും പ്രതിനിധീകരിക്കുന്നു. വരൻ സാധാരണമായി അലങ്കാരമുള്ളൊരു തൽവാർ ഷെർവാനിയോടൊപ്പം കയ്യിൽ പിടിക്കുകയോ അരിയിൽ കെട്ടുകയോ ചെയ്യും. ഇതാണ് ഇവരുടെ രീതി. പിന്നെ എൻ്റെ കസിൻസ് എല്ലാമാണ് ഇത്. മാമന്, മാമി, പിന്നെ മമ്മിയുടെ അനിയത്തി, കുഞ്ഞമ്മ, മമ്മി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കസിൻസ് എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ വീഡിയോ കാണണം. ഇതാണ് ഞങ്ങൾ കസിൻസ്, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്. ഞങ്ങളെല്ലാവരുടെ കുറേ നാളുകൾക്ക് ശേഷം കൂടിയതാണ്. ശരിക്കും അടിച്ചു പൊളിച്ച് ഒരു കല്യാണമായിരുന്നു. കല്യാണങ്ങൾ വരുമ്പോഴാണല്ലോ എല്ലാവരും ഒത്തുകൂടുന്നത്. അപ്പോൾ അവർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എല്ലാം കൂടി ചേർന്ന് ഫോട്ടോ എടുക്കുന്നു. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫുഡായിരുന്നു. നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ഫുഡുണ്ട്, പിന്നെ അവിടുത്തെ ട്രഡീഷണൽ ഫുഡും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഫുഡിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം പാനിപ്പൂരിയാണ്. അത് കുറേ കഴിച്ചു. പിന്നെ ആലു ടിക്കി, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിൽ ഫുഡുകളായിരുന്നു. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ അവരുടെ ട്രഡീഷണൽ ഫുഡ് അത്രയും നമുക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഡിഫറെൻറ്റ് ടൈപ്സ് ചാട്ട് ഉണ്ടായിരുന്നു. അത് ശരിക്കും വെറൈറ്റി തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ശരിക്കും നമുക്ക് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ സാലഡ് എല്ലാ ടൈപ്പിലെ സാലഡ്സൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും നോർത്ത് ഇന്ത്യയിലെ എന്തൊക്കെ സ്വീറ്റ്സ് വേണം, എല്ലാ സ്വീറ്റ്സും ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല. കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു, ഞാനതൊക്കെ മറന്നുപോയി. പക്ഷേ എല്ലാം അവിടുത്തെ ട്രഡീഷണലായിട്ടുള്ള സ്വീറ്റ്സുകളാണ്. ഇത് പക്കോടയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. അപ്പം നീർദോശ ഉണ്ടായിരുന്നു. നമുക്ക് സൗത്ത് ഇന്ത്യക്കാർക്ക് ഒരു നീർദോശ എന്തായാലും നല്ലതായിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും കൂടുതലും കഴിച്ചത് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഫുഡ് തന്നെയായിരുന്നു. ഇനി ഞാൻ നിങ്ങളൊരു രഹസ്യം പറയട്ടെ. റിസപ്ഷൻ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഇപ്പോൾ എല്ലായിടത്തും ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഇവർക്ക് റിസപ്ഷന് ഇന്നത്തെ ദിവസം വേറൊരു ബിൽഡിങ്ങിൽ ജെൻസിന് കുടിക്കാൻ വേണ്ടി ഇഷ്ടംമാതിരി മദ്യമുണ്ട്. ഇന്നത്തെ ദിവസം അത് അവിടെ ലേഡീസിന് അലോഡേ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഇനി അടുത്ത ദിവസം ഒരു പരിപാടിയും കൂടിയുണ്ട്. ആ പരിപാടി ദിവസം ഫുള്ള് ലേഡീസ് ആയിരിക്കും കുടിക്കുന്നത്. അത് ഇതേപോലെ വേറൊരു ബിൽഡിങ് വെച്ചിട്ടാണ്. അവിടെ ജെൻസ് വരുത്തേയില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ ഇന്ന് ഫുള്ള്
രാത്രി മുഴുവനുമായി രാവിലെ വരെ പരിപാടിയാണ്. ആ സമയത്ത് എനിക്കറിയില്ല, അതൊരു ലക്ഷങ്ങളാണ് പൊടിച്ചേക്കുന്നത് കുടിക്കാൻ വേണ്ടി മാത്രം. അത് അവരുടെ ഒരു രീതിയാണ്. കണ്ടല്ലോ, നല്ല അടിപൊളി ഡാൻസാണ്. കളിക്കുന്ന കുട്ടി ഒരു ഡോക്ടറാണ്. പക്ഷേ നല്ല രസമായിട്ടാണ് അവർ ഡ്രസ്സ് ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്നത് കേട്ടോ. ഇന്ന് അവരുടെ ഡ്രസ്സുകളെല്ലാം നല്ല കളർഫുള്ളായിരുന്നു. ഇനി എല്ലാവരും ഈ ഡാൻസ് ഒന്ന് ശ്രദ്ധിക്കണേ. മോൻ്റെ കൂടെ നിന്നിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. ആ ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ വേറെയാണ്. ഈ പാട്ടും അതിന് ചേരുന്ന രാത്തോടുമാരുടെ ഒരു പാട്ടാണ്. അപ്പം നോക്കിയേ, പെങ്ങളാണ്. പെങ്ങൾ മാത്രമല്ല, എല്ലാവരും ഇങ്ങനെ ക്യാഷ് പയ്യനെ ഒഴിഞ്ഞുകൊണ്ടേ ഇരിക്കും. എന്തിനാ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. നമ്മൾ ഉപ്പും മുളകും ഒഴിയത്തില്ല, അതിന് പകരം അവർ ക്യാഷും കൊണ്ട് ചെയ്യുന്നു. നോക്കൂ, ആ ക്യാഷ് താഴെയിട്ട് കിടക്കുവാണ്. ഇതാണ് ഓരോരുത്തരുടെ ഓരോ രീതികളാണ്, ഓരോ ആചാരങ്ങൾ. നോർത്ത് ഇന്ത്യയിലൊരു രീതിയാണ് നോട്ടുമാല കേട്ടോ. നോട്ടുമാല കൊണ്ടുവന്ന് പയ്യൻ അണിയും. അത് ഇവിടെയും കുറേ പേര് കൊണ്ടുവന്ന് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ വീഡിയോയിലൊരു വൈറ്റ് ഷർട്ടിട്ട ആളിനെ കണ്ടോ? അത് മോൻ്റെ ഒരു കസിനാണ്. പുള്ളി ഹിന്ദി സിനിമയിലും ഹിന്ദി സീരിയലിലും ഒക്കെ അഭിനയിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇതേപോലെ തന്നെ അടുത്ത വീഡിയോ രാജ്പുത്തിൻ്റെ അടുത്തൊരു ചടങ്ങാണ്. അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ മേരെ പ്യാരെ ഭായിക്ക് ഷാദിന്ന് ഇങ്ങനെ മെഹന്തി ചെയ്തേക്കുകയാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അടുത്ത ചടങ്ങ്. ബൈ.